പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നേ ദിവസം സംഖ്യ 16:9 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിനു മുൻപിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്നും നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഈശോ നമ്മെ വേർതിരിച്ചെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയെയാണ് ഇപ്പോൾ ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വചനം പറയുന്നു, കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരെയും ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ മാറ്റി നിർത്തിയിരിക്കുന്ന ഗണത്തിൽപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. വചനം പറയുന്നത് എങ്ങനെയാണ്? സമൂഹത്തിന് മുമ്പിൽ നിന്നും സേവനമനുഷ്ഠിക്കുവാനും ഇസ്രായേലിൻ്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? ഈശോ നമ്മോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നും സേവനമനുഷ്ഠിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ എല്ലാ ജനതകളുടെ മുമ്പിലും നമുക്ക് ഈശോയെ കൊടുക്കുവാൻ, നമ്മൾ അനുഭവിച്ചറിഞ്ഞ ആ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങൾ. ഈ സമൂഹത്തിൽ നിന്ന് അതിനായി തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. യേശു എന്ന രക്ഷകനെ നമ്മൾ അനുഭവിച്ച സ്നേഹം, ഞാനും നിങ്ങളും അനുഭവിച്ച ആ സ്നേഹം, ആ ഈശോ എന്ന രക്ഷകനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, മറ്റുള്ളവരിലേക്ക് ആ ദീപം, ആ പ്രകാശമാകുന്ന ഈശോയെ കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇസ്രായേലിൻ്റെ ദൈവം, പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൻ്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുക. ഇത് നിസ്സാര കാര്യമല്ല പ്രിയപ്പെട്ടവരെ. അനേകായിരങ്ങളിൽ നിന്ന് വിളിക്കപ്പെട്ടവരാണ്. യേശു എന്ന രക്ഷകനിൽ നിന്ന് മാമോദിസയിലൂടെ ആ ഈശോയെ സ്വീകരിച്ച ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടവരാണ്. ഈശോയെ കൊടുക്കുവാൻ നമ്മെ വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ഗണത്തിൽപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ആ നമ്മൾ ഓരോരുത്തരും ഈശോയെ കൊടുക്കുവാൻ, മറ്റുള്ളവരിലേക്ക് ഈശോ എന്ന ആ രക്ഷകന്റെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ നിത്യപ്രകാശമായ ഈശോയെ മറ്റുള്ളവരിലേക്ക് നമ്മളുടെ ജീവിതം വഴി കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.